പത്തേമാരിയിലൊക്കെ പോകുന്ന ആൾക്കാർ ഇല്ലീഗലാണ്. അത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് പിടിച്ചിട്ട് ചിലപ്പോൾ അവിടെ ജയിലിടും, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇറക്കി വിടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു തരം ഒരു കുട്ടിക്കളി പോലെയായിരുന്നു. ഒരു പോലീസ് എന്ന് പറയുന്ന അത്ര വലിയ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്ര വലിയതൊന്നും സെക്യൂരിറ്റിയും ഇമിഗ്രേഷനൊന്നും ഇല്ലാത്ത കാലമായിരുന്നു. അപ്പോൾ ഷെയ്ഖും ഞാനും അവിടെ നിൽക്കുമ്പോൾ ഒരു യമനി വന്നിട്ട് പറഞ്ഞു, എന്നോട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ നിൻ്റെ അഹ്വാൻ, നിൻ്റെ സഹോദരന്മാർ കിടന്നുറങ്ങണോ എന്ന് കളിയാക്കി പറഞ്ഞു. ഇത് കേട്ട വഴിക്ക് ഷെയ്ഖ് പറഞ്ഞ വാചകം എന്നറിയോ? ഉസ്കുത്ത്, നീ മുണ്ടിപ്പോരുത്, അവരാണ് ഈ രാജ്യം വലുതാക്കിയത്, അല്ലാണ്ട് നീയും ഞാനും അല്ല. അത് സത്യത്തിൽ എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു കോംപ്ലിമെൻ്റ് ആണെന്ന് മാത്രമല്ല, അതാണ് അതിൻ്റെ ശരി. എൻ്റെ അറിവിൽ ഒരുപാട് ആൾക്കാരെ തള്ളി പറഞ്ഞയച്ചിട്ടുണ്ട്, പോകാൻ ഇഷ്ടപ്പെടാതെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അങ്ങനെയാണ് ഈ പത്തേമാരിയുടെ ഒരു യാത്ര തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പും ഇല്ലീഗലായിട്ട് വരെ ഒരുപാട് ആൾക്കാർ പോയത് പലർക്കും അറിയാത്ത സംഭവമുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഞാനടക്കം, അന്നൊക്കെ കത്തുകൾ അയച്ചിരുന്നത് ബൈ ഹാൻഡ് എന്നുള്ള സിസ്റ്റംസാണ്. ആരെങ്കിലും നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തയക്കുക. ഇത് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കും. അപ്പോൾ അവിടെയൊക്കെ പോസ്റ്റ് ബോക്സ് ആണല്ലോ, അല്ലാതെ വ്യക്തികളില്ല. അപ്പോൾ ആ പോസ്റ്റ് ബോക്സിൻ്റെ സംവിധാനങ്ങളായതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യണം. ഈ മലയാളിക്കിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തുനിന്ന് നേരെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ അവർ ഏത് രാജ്യത്തെത്തിയാലും ആ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കും. അതുപോലെ തന്നെ കൃത്യത, ഇപ്പോൾ ഇതിൻ്റെ കൂട്ടി വായിക്കുകയാണ്, കൃത്യത പാലിക്കുന്നു. പക്ഷേ മലയാളി തിരിച്ച് 40-40 വർഷക്കാലൊക്കെ വിദേശത്ത് ജീവിച്ച് തിരിച്ച് മലയാളി ഇവിടെ എത്തുമ്പോൾ അതെല്ലാം വീണ്ടും ഇവിടെ എത്തുമ്പോൾ അത് മറന്നും പോകുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ഈ ചോദ്യത്തിൻ്റെ ശരിക്കും എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് അബുദാബിയിൽ ഞാൻ ഷെയ്ഖിൻ്റെ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പോലും അവിടെ നിന്നും മറ്റൊരു എമിറേറ്റിലേക്ക് ഞാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോക്കറ്റിലുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലായിരിക്കുള്ളൂ. അതേപോലെ അതിന് കാരണമുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി ഞാൻ പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യമില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പെഡസ്ട്രിയൻ ഒരു മുനിസിപ്പാലിറ്റി ഇതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറ്റിയിട്ട് ഞാൻ അങ്ങ് പോയി. കാരണം ഇത് റൂളറുടെ ഫാമിലി പെട്ട ഒരാളുടെ വണ്ടിയാണല്ലോ എന്നുള്ള നിലയ്ക്ക് അതിന് വലിയ ഫൈനൊന്നും വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് അതിൻ്റെ മുകളിൽ പെറ്റി എഴുതി വെച്ചു. ഞാൻ ചെന്നിട്ട് ബോസിനോട് പറഞ്ഞു. അപ്പോൾ ബോസിനോട് പറഞ്ഞ് ബോസ് പറയാണ് അത് കുഴപ്പമില്ല, അത് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറയാൻ പറഞ്ഞാൽ ആ പെർമിഷൻ കിട്ടിയാൽ ഞാനത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ക്യാൻസൽ ചെയ്ത് തരും. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ചെന്ന് പറഞ്ഞത്, ഇങ്ങനെ സംഭവം ഉണ്ട്, പെറ്റി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എടുത്ത വഴിക്ക് പുള്ളി ചെയ്തിട്ടുണ്ടാണെന്ന് വെച്ചാൽ കീശയിൽ നിന്ന് കാശിട്ടാന്ന് പറഞ്ഞു അത് അടയ്ക്കണം, നിയമമായിട്ട് പോകണം. അപ്പോൾ ആ ഒരു വിഷയം കൊണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും ആ നിയമം നോക്കിയിട്ടാണ് ഞാൻ പോകുന്നുള്ളൂ. പക്ഷേ ആ ഞാൻ പോലും ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതറിയാം. മിക്കവരും കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാറ് ചോദിച്ച മാതിരി തന്നെ എങ്ങനെയാണ് നിയമത്തെ ഇല്ലാതെ നടക്കുക, അതിനുള്ള ബാക്ക് സപ്പോർട്ട് എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു ടെൻഡൻസി ഇന്ന് പലർക്കുണ്ട്. സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ആ നിയമം നമ്മൾ കീപ്പ് ചെയ്യാതെ മറ്റുള്ളവർ നോക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കണ്ട. നമ്മൾ നിയമം കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യം തന്നെ വളരെ ക്ലിയർ ആവും. ദുബായിൽ ആദ്യകാലങ്ങളിലൊക്കെ പോയിരുന്ന ആളുകൾ പറയാറുണ്ട്, ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു തകര ഷീറ്റ് മാത്രം ഇട്ട് വിമാനം വല്ലപ്പോഴും ഓരോ വിമാനം കറങ്ങുന്നത്. അതായത് ഈ ഇവിടുന്ന് ബോംബെയിൽ നിന്ന് വിമാനം കയറി അത് പാകിസ്ഥാൻ കറാച്ചി പോയി, കറാച്ചിയിൽ നിന്നാണ് അത് ദുബായിലേക്ക് നേരത്തെ പോയിക്കൊണ്ട്. അപ്പോൾ ദുബായിൽ എത്തുന്ന സമയത്ത് വളരെ ചെറിയൊരു എയർപോർട്ടും വളരെ ഒരു ചെറിയ സംവിധാനം ഉണ്ടായിരുന്ന ദുബായ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടും വലിയ സംവിധാനങ്ങളും വലിയ കെട്ടിടങ്ങളും അത്ഭുതപരമായ വളർച്ചയൊക്കെ നേടി. ഇതൊക്കെ നമ്മുടെ കാഴ്ചയിലാണ്, ഓരോ മലയാളികളുടെയും നോക്കി നിൽക്കെ വളർന്നതാണ്. എന്തുകൊണ്ടാണ് ദുബായ് ഇങ്ങനെ വളർന്നത്? ദുബായ്ക്ക് പ്രത്യേകിച്ച് മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ എണ്ണയില്ലാതെ പോലും ദുബായ് വലിയ ട്രേഡ് സെൻ്ററായി മാറി. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രേഡ് സെൻ്ററുകളൊന്നും ദുബായിയാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ വളർന്നത്? ദുബായിൻ്റെ ഒരു വളർച്ച ലോകത്തിൻ്റെ മാതൃകയല്ലേ? അതായത് അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം, ഈ ദുബായ് പെട്രോൾ കിട്ടുന്നതിനേക്കാളും മുൻപ് തന്നെ അവിടെ ഒരു ക്രീക്ക് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയോളം ഏത് ലോകത്തും ഒരു ക്രീക്ക്, ഇപ്പോൾ ഈ എറണാകുളം കൊച്ചി തന്നെ ഇത്തരം എന്താ പറയുക മാൻമെയ്ഡ് അല്ലാതെ തന്നെയുള്ളൊരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യം ഇത്ര കപ്പൽ വരാനും ഒക്കെ സഹായിക്കുന്നത്. അത്തരത്തിൽ ഈ ക്രീക്ക് അന്നും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു 100-150 കൊല്ലങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ ദുബായ് ഒരു കമേഴ്ഷ്യൽ സെൻ്ററാണ്.
നമ്മുടെ ഇന്ത്യയിൽ ബോംബെ പോലെ. അബുദാബി ഒരു കമേഴ്ഷ്യൽ സെൻറ്റർ അല്ല. അപ്പോൾ ഈ കമേഴ്ഷ്യൽ സെൻറ്റർ ആയതിപ്പോൾ ഏത് നാട്ടിലെ ആൾക്കാർക്കും വരാനുള്ള ഓപ്പൺ സ്റ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചോദിച്ചതിനിടയിൽ ഒരു കാര്യം പറയാം. 1973 ദുബായ് പോർട്ട് സ്ഥാപിച്ചത്. അതിനു മുൻപ് 1968-67 കാലത്തിൽ മിക്കവർക്കും അറിയാത്തൊരു സംഭവമാണത്. കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു സംഭവമാണ്. പത്തേമാരിയിലൊക്കെ പോകുന്ന ആൾക്കാർ ഇല്ലീഗലാണ്. അത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് പിടിച്ചിട്ട് ചിലപ്പോൾ അവിടെ ജയിലിടും, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇറക്കി വിടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു തരം ഒരു കുട്ടിക്കളി പോലെയായിരുന്നു. ഒരു പോലീസ് എന്ന് പറയുന്ന അത്ര വലിയ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്ര വലിയ ഒന്നും സെക്യൂരിറ്റിയും ഇമിഗ്രേഷനോ ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു. അതേ സമയത്ത് തന്നെ ആ കാലയളവിൽ തന്നെ ഫിഷിംഗ് ബോട്ടുകൾ ക്രീക്കിൽ വരുമായിരുന്നു. അത് അധികം വന്നിരുന്നത് ഇറാനിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ ഇറാനിൽ നിന്ന് പേർഷ്യൻ ഉൾക്കടൽ കടന്നിട്ട് നേരിട്ട് ഇവർ വരും. ഇവർ കൊണ്ടുവരുന്ന സാധനം എന്താണെന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കുടിക്കുന്ന വെള്ളം വിൽക്കാനാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകും. ഈ പോകുന്ന പോക്കിലും വരുന്ന വരയിലും ഒരു മീൻ പിടിക്കും. ഇതാണ് അന്നുണ്ടായിരുന്ന സംവിധാനം. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ വരുന്ന ആൾക്കാർ ഇവിടെ ഈ ഓരോ ഇതിനും ഒരു നമ്പർ ഉണ്ടാവും, MV എന്ന്. അപ്പോൾ മറൈൻ വെഹിക്കിൾ എന്നുള്ളതായിരിക്കണം MV എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ആ നമ്പറിൽ രജിസ്റ്റർ എവിടെയാണെന്നുള്ളത് അതിലുണ്ടാവും. ആ നാടിൻ്റെ ഫ്ലാഗും അതുപോലെ ഉണ്ടായിരിക്കും. ആ വരുന്നവരിൽ ഇത് ഓടിക്കുന്ന ആളൊഴിച്ച് ബാക്കി എത്ര ആൾ വന്നോ അത്ര ആൾ തിരിച്ചു പോകണമെന്ന് മാത്രമേ അവിടെ നിയമമുള്ളൂ. വന്ന ആൾ തന്നെ തിരിച്ചു പോകണമെന്നില്ല. അങ്ങനെ വന്ന ആളും പോകുന്ന ആളെയും എത്രയെന്ന് കണക്കെഴുതാനായിട്ട് ഒരാളെ വേണമെന്ന് ദുബായ് ഭരണാധികാരി ബഹ്റൈൻ്റെ ഭരണാധികാരിക്ക് കത്തയച്ചു. അതിന് അദ്ദേഹം അവിടെ നിന്ന് ഒരു പയ്യനെ പറഞ്ഞയച്ചു. കാരണം അന്നൊക്കെ ദുബായ് രാജ്യത്ത് വിദ്യാഭ്യാസമുള്ള അറബികൾ കുറവായിരുന്നു. ഈ വരുന്ന പയ്യന് ആണെങ്കിൽ ഒരു 20 വയസ്സോ 21 വയസ്സൊക്കെ പ്രായമുള്ളൂ. അവൻ ലണ്ടനിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. കാരണം അന്നും ബഹ്റൈൻ കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മെഹദി താജർ. അദ്ദേഹം ഇവിടെ വന്നിട്ട് കണക്കെപ്പിള്ളയായിട്ട് 1000 ഇന്ത്യൻ രൂപയാണ് ഒരു മാസം ശമ്പളം. അങ്ങനെ അദ്ദേഹം ഇത്ര ആൾ വന്നു, ഇത്ര ആൾ പോയി, പ്ലസ് ഓർ മൈനസ് ആയിട്ട് സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്യുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഇവനെ ആ ഭരണാധികാരി നല്ല നല്ല പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞ 1971 ഡിസംബർ 2 UAE ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ അബുദാബി ഭരണാധികാരിയായ പിന്നീട് UAE പ്രസിഡൻ്റായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന് ഫ്ലാഗ് കൊടുത്തത് ഈ പറഞ്ഞ മെഹദി താജറാണ്. ആ മെഹദി താജർ അതിനുശേഷം UK അംബാസഡറായി. ഇപ്പം അദ്ദേഹം UK സെറ്റിൽഡാണ്. ഞാനായിട്ട് വളരെ പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മലയാളി നിൽക്കുന്ന സമയത്ത് ഇത് നേരാണോ നുണയാണോ എന്നെനിക്കറിയില്ല, പലവരും പറഞ്ഞു മലയാളികൾ വേണ്ട, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ വേണ്ട, അത് കാരണം അത് അവരങ്ങനെ. അപ്പോൾ ഒരു ഭരണാധികാരി പറഞ്ഞു, ഇല്ല, ഈ രാജ്യം വലുതാക്കി കൊണ്ടുവന്നത് അവരാണ്. ഇത് കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു ചെറിയൊരു അനുഭവം ഞാൻ ഈ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരിക്കൽ ഞാൻ ഷെയ്ഖിൻ്റെ കൂടെ പുറത്ത് ഈ റോഡ് സൈഡിൽ നിൽക്കായിരുന്നു ഒരു ഉച്ചയ്ക്ക്. അപ്പോൾ റോഡ് അന്നൊന്നും ഡ്രെയിനേജ് സിസ്റ്റം ആയിട്ടില്ല. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ആവാത്തതുകൊണ്ട് ഒരു മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ റോഡ് നിറച്ച് വെള്ളം വരും. വെള്ളം കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനങ്ങളും ഒന്നില്ലാത്തൊരു കാലം. അപ്പോൾ ഒരു പ്രത്യേക മോട്ടർ വെച്ചിട്ടുള്ള വണ്ടിയിലാണിത് കൊണ്ടുപോകുന്നത്, വെള്ളം വലിച്ചു കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് റോഡ് രണ്ടാമത് വലുതാക്കിയിട്ട് എല്ലാ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കൺസ്ട്രക്ഷൻ ടൈമിൽ കുറച്ച് മലയാളികളും അല്ലാത്തവരുമായ ആൾക്കാർ കാർട്ടൂൺ തുറന്ന് അതിൽ കിടന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ഖും ഞാനവിടെ നിൽക്കുമ്പോൾ ഒരു യമനി വന്നിട്ട് പറഞ്ഞു, എന്നോട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ നിൻ്റെ അഹ്വാൻ, നിൻ്റെ സഹോദരന്മാരുടെ കിടന്നുറങ്ങണോ എന്ന് കളിയാക്കി പറഞ്ഞു. ഇത് കേട്ട വഴിക്ക് ഷെയ്ഖ് പറഞ്ഞ വാചകം എന്നറിയോ? ഉസ്കുത്ത്, നീ മുണ്ടിപ്പോരുത്, അവരാണ് ഈ രാജ്യം വലുതാക്കിയത്, അല്ലാണ്ട് നീയും ഞാനും അല്ല. അത് സത്യത്തിൽ എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു കോംപ്ലിമെൻ്റ് ആണെന്ന് മാത്രമല്ല, അതാണ് അതിൻ്റെ ശരി. മറ്റൊന്ന്, 71 ഞാനൊരു വീട്ടിലെ ബോയായിട്ട് ജോലി ചെയ്യുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ദവാർ സമക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു.
ഫിഷ് റൗണ്ട് അബൌട്ട്. അവിടെ ഒരു ഡോക്ടറുടെ വീട്ടിൽ ഞാൻ ബോയ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് കാലത്ത് പുലർച്ചെ എനിക്ക് പോകണം, ആ അബ്ര കടന്ന് പോണ സമയത്ത് പോലീസുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ എന്നോട് ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ സംഭവം, എനിക്ക് പാസ്പോർട്ട് ഇല്ല, വിസയില്ല, ഒന്നുമില്ല. അതൊക്കെ അന്ന് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അന്ന് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ എടുത്ത വഴിക്കാൻ പറഞ്ഞു, നീ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ലെറ്റർ പേഡിൽ ഒരു എഴുത്ത് എഴുതി വരിക, നിന്നെ അറിയുന്നു, എന്നിട്ട് അതും കൊണ്ടുപോയിട്ട് അവിടുത്തെ നായിഫ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്താൽ നിനക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാനത് മാതിരി ചെയ്തു. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ഇത് ചെയ്യരുത്, കാരണം ഇത് ചെയ്യുന്നത് ഇങ്ങനെ കണക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ട് എല്ലാവരെയും പുറത്താക്കാനാണെന്ന് 52 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഇന്നും അത് പറഞ്ഞു കൊടുക്കുന്നു. ഈ മതിയായ രേഖകളൊന്നും ഇല്ലാതെയാണ് മലയാളികൾ പലരും ഇവിടുന്ന് ലോഞ്ചിലൊക്കെ കയറി പോയത്. വളരെ റിസ്ക് എടുത്തിട്ടാണ് പലരും പോയത്. അതിൻ്റെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പം എങ്ങണ്ടിയൂരിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ ഇത്തരം ലോഞ്ചിലൊക്കെ കയറിപ്പോയിട്ടുണ്ട്. നമുക്ക് ലോഞ്ച് വേലായുധൻ, ഇപ്പം പത്തേമാരിയൊക്കെ വന്നപ്പോഴാണ് ഈ ലോഞ്ച് വേലായുധനെ കുറിച്ചൊക്കെ വന്നത്. അതിനു മുന്നേ അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം ലോഞ്ച് വേലായുധനൊക്കെ. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒക്കെ പോയ ആൾക്കാർ മലയാളികൾ ആണ് ഏറ്റവും അധികം പോയിട്ടുള്ളത്. പിന്നെ കുറച്ച് തമിഴന്മാരൊക്കെ ആ കാലത്ത് പോയിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം? എങ്ങനെയാണ് ഇവിടുന്ന് ആളുകൾ ഇത്രയും ആളുകൾ പോകാനുള്ള കാരണം? പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് ഗൾഫിന് പോയത്. എങ്ങനെ പോയി എന്നുള്ളത് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് സാറിനോട് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഇത് അറിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇന്ന് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന സംഭവങ്ങൾ തൊട്ടടുത്ത വീട്ടുകാരെ അറിയുന്നേക്കാൾ മുമ്പ് നമുക്കറിയാനുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത്, പത്രങ്ങൾ പോലും മിക്കയിടത്തും ഇല്ലാത്ത കാലത്ത്, ഈ ഗൾഫ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് എന്നറിയാത്തൊരു കാലത്ത്, ഈ പേർഷ്യ എന്ന് പറയുന്ന സ്ഥലം, കുവൈത്ത് എവിടെയാണ്, സൗദിയ മാത്രം ആൾക്കാർക്ക് അറിയും എന്നുള്ള ഒരു കാലത്ത്, എന്തിനു പറയുന്നു, 82 ഞാൻ ജപ്പാൻ പോയപ്പോൾ അവിടെ ചെന്നിട്ട് എന്നോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു. അതിലും ടോക്കിയോ എന്ന് പറയുന്ന ക്യാപിറ്റലിലാണെന്ന് ആലോചിക്കണം. അതും ഒരു ബിസിനസ് മാനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു. ഞാൻ പറഞ്ഞു അബുദാബിയിൽ നിന്ന്. വേർ ഈസ് അബുദാബി? ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നിയർ ദുബായ്. വേർ ഈസ് ദുബായ്? അതുപോലും അറിയാത്തൊരു കാലം. ഒന്ന് ആലോചിക്കണം, 82 അപ്പോൾ അങ്ങനത്തെ കാലത്ത് ഒരു ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ടൗണിൽ പോലും 82 ഈ ദുബായും അബുദാബിയും അറിയുന്നില്ല. ഒടുവിൽ ഞാൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അത്തരത്തിലുള്ളൊരു കാലത്ത് വിദ്യാഭ്യാസമോ മറ്റുള്ള ഒന്നും ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ ഉപ്പമാർ അച്ഛന്മാരൊക്കെ എങ്ങനെ ഈ ഗൾഫ് അറിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ. എനിക്കിന്ന് മനസ്സിലായത് അതിൻ്റെ വേരുകൾ വരുന്നത് കോഴിക്കോടും ബോംബെയുമാണ്. അപ്പം ബോംബെയിൽ അതിനു മുമ്പും ഈ പറഞ്ഞ പോലെ ഗൾഫായിട്ട് വാണിജ്യ ബന്ധങ്ങളുണ്ട്, കേരളമായിട്ടുണ്ട്, ഈ മലഞ്ചരക്കുകളായിട്ടും മറ്റു പല സ്ഥലങ്ങളായിട്ടും. അങ്ങനെ ഈ ഇതിന് വരുന്ന സമയത്ത് മൗത്ത് ടു മൗത്ത്, അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല, മൗത്ത് ടു മൗത്ത് വന്നിട്ടുണ്ടാവണം. അവിടെ ഇങ്ങനെ പെട്രോൾ കിട്ടി. അപ്പോൾ പെട്രോൾ എക്സ്പോർട്ടായിട്ടില്ല, ഡെസ്റ്റിനേഷൻ പ്ലാന്റ് ആയിട്ടില്ല, അതേപോലെ അങ്ങനെയുള്ള ഒന്നും ആ ഗൾഫിലായിട്ടില്ല. പക്ഷെ പെട്രോൾ കിട്ടിയിട്ടുണ്ട്, ആൾക്കാരുടെ ഒരു ഫ്ലോ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് 68 മുതൽ ഏകദേശം ഈ ഒരു ഫ്ലോ വന്നത്. ഈ ഫ്ലോ വന്നപ്പോൾ ആളുകൾ അതിൻ്റെ ഏജൻറ്റുമാരായി. എൻ്റെ അറിവിൽ ഒരുപാട് ആൾക്കാരെ തള്ളി പറഞ്ഞയച്ചിട്ടുണ്ട്, പോകാൻ ഇഷ്ടപ്പെടാതെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അങ്ങനെയാണ് ഈ പത്തേമാരിയുടെ ഒരു യാത്ര തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പും ഇല്ലീഗലായിട്ട് വരെ ഒരുപാട് ആൾക്കാർ പോയത് പലർക്കും അറിയാത്ത സംഭവമുണ്ട്. ഇല്ലീഗലായിട്ട് ഒരുപാട് ആൾക്കാർ ഗൾഫിൽ ഈ പറഞ്ഞ പേർഷ്യയിലേക്ക് കുവൈത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്ര വിസ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ടായിരുന്നു. ബസ്രയിലേക്ക് പിൽഗ്രിമിന് പോകുന്ന ഒരു വിസ കൊടുക്കുന്നുണ്ട് കപ്പലിന്. ആ വിസ എടുത്തിട്ട്, ബസ്ര എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ ലാണ്. അപ്പോൾ ഈ കപ്പലിന് പോയിട്ട് അവിടെ വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് അറിയാതെ കണ്ണ് വെട്ടിച്ചിട്ട് എമിഗ്രേഷനിൽ കുവൈറ്റിൽ പോയ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഹിഡനായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, ഇപ്പം എന്തും പറയാം. നമ്മുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലെ സീപോർട്ടിനുള്ളിൽ കിടക്കാനുള്ള ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സീപോർട്ടിനുള്ളിൽ കയറിയിട്ട് ഈ കപ്പലിനുള്ളിൽ കാണാനായിട്ടൊക്കെ കാണാൻ വേണ്ടി പോകുന്നതിനിടയിൽ അതിൻ്റെ ഉള്ളിൽ തിരിച്ചു വരാതെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ട് പോയ ആൾക്കാരുണ്ട്. അങ്ങനെ 1-2 പേര് എനിക്കറിയാം. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ പോലീസുകാർ ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവരെ കണ്ണു വെട്ടിച്ചിട്ട് അകത്ത് കയറി പോയതാണ്. കാരണം അന്നൊക്കെ നിയമങ്ങൾ അത്രയ്ക്കേ ഉള്ളൂ. അത്തരത്തിൽ മലയാളികൾ വന്നു കഴിഞ്ഞാൽ മലയാളികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളാണ് അന്നും ഇന്നും ഷെയ്ഖുമാർ. പക്ഷേ നമ്മളെ തന്നെ മോശമാക്കുന്ന 1-2 പറയാറുണ്ടല്ലോ, എന്താണ്, എത്ര വലിയ ടാങ്കിലൊരു പാലുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു കീടം മതി എന്ന് പറയുന്ന അതും.
ഇപ്പം നമ്മൾ ഈ ഗൾഫിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ദീർഘകാലം ഇന്ത്യൻസ് ആയിരുന്നല്ലോ അവിടെ കുറേ കച്ചവടക്കാരൊക്കെ, പ്രത്യേകിച്ച് സിന്ധികളുടെ കച്ചവടമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസി ആയിരുന്നു അവിടെ വിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. 66 വരെയൊക്കെ ഇന്ത്യൻ കറൻസിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അതെ. എങ്ങനെയാണ് അത് ഇന്ത്യൻ കറൻസി ഉപയോഗിച്ചു തുടങ്ങിയത്? എന്താണ് അതിൻ്റെ ഒരു ചരിത്രം? എന്താണ്? ആദ്യം ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നത് അവിടെ ബ്രിട്ടീഷ് ഇന്ത്യൻ കറൻസി ആയിരുന്നു അവിടെ. പക്ഷെ അത് ഇവിടുത്തെയും അവിടുത്തെയും നോട്ടുകൾ ഒരേ സെയിം തന്നെയായിരുന്നു. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വന്നതിന് ശേഷം അപ്പോഴും ഇന്ത്യൻ കറൻസി ആയിരുന്നു അവിടെ. അത് എല്ലായിടത്തും സർക്കുലേഷനും ഗവൺമെൻറ് സ്വീകരിക്കുന്നതും എല്ലാം അല്ലാതെ മണി എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് മാറ്റമൊന്നും വേണ്ട. അപ്പം അതിനുശേഷം 1966 ഇന്ദിരാഗാന്ധി ഡീവാലുവേഷൻ നടത്തി പൈസയുടെ. അങ്ങനെ വന്നപ്പോൾ ഇത് ശരിയായൊരു ചരിത്രമാണ്. അതുകൊണ്ട് സാർ 2 മിനിറ്റ് കൂടുതൽ വേണം. അതിന് മുൻപായിട്ട് സൗദിയിൽ സൗദി റിയാലുണ്ട്, കുവൈറ്റിൽ കുവൈറ്റ് ദിനാറുണ്ട്. പക്ഷെ ബാക്കിയുള്ളിടത്തൊന്നും കറൻസി വന്നിട്ടില്ല. അപ്പോൾ ഈ ഡീവാലുവേഷൻ വന്നപ്പോഴാണ് ബഹ്റൈനിൽ ബഹ്റൈൻ ദിനാറുണ്ടാക്കി. ആ സമയത്തും UAE എന്ന് പറയുന്ന ഇപ്പോഴത്തെ രാജ്യത്തൊന്നും ഒരു കറൻസി ഇല്ല. 1966 കറൻസി ഇല്ല. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിൽ ബഹ്റൈൻ ദിനാറ് മാത്രം. അവിടെ ഗവൺമെൻറ് ആയാലും എവിടെയായാലും മാർക്കറ്റിലായാലും ബഹ്റൈൻ ദിനാർ അതിൻ്റെ കോയിൻസും അവരെടുക്കും. ഈ 66 ഇന്ത്യൻ കറൻസി അവിടെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ദുബായിയുടെ ഫാമിലിയിൽ നിന്നാണ് ഖത്തറിലെ ഷെയ്ഖ് അഹമ്മദ് അൽ താനി കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധപ്രകാരം ഇവർ ഒരു പുതിയ കറൻസി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ കറൻസി ഉണ്ടാക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെഹദി താജർ. അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അദ്ദേഹവും കൂടി കൂടിയിട്ടാണ് ഖത്തർ ദുബായ് റിയാൽ എന്ന് പറയുന്ന QDR ഉണ്ടാക്കിയത്. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ QDR ആണ്. QDR ഉണ്ടാക്കിയിട്ട് ഏറ്റവും രസകരമായ കാര്യം, QDR ഉണ്ടാക്കിയിട്ട് QDRൻ്റെ കോയിൻസാണ് ഫിൽസ്. ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ കോയിൻ, റാസൽ ഖൈമ, ഫുജൈറ ഈ 6 സ്ഥലങ്ങളിൽ QDRും അതിൻ്റെ നാണയങ്ങളും ട്രാൻസാക്ഷൻ വേണ്ടി എടുക്കും. ബഹ്റൈൻ ദിനാറിൻ്റെ നോട്ട് മാത്രം, പേപ്പർ കറൻസി മാത്രം ഉപയോഗിക്കും, അവർ എടുക്കും, മറ്റെടുക്കില്ല. അബുദാബിയിൽ നേരെ മറിച്ചു. എന്നാൽ റാസൽ ഖൈമ എന്ന് പറയുന്ന അറ്റത്തുള്ളൊരു സ്ഥലത്ത് ഈ 4 എടുക്കും. റാസൽ ഖൈമയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, UAE ആയ ദിവസം 1971 ഡിസംബർ 2-ാം തീയതി റാസൽ ഖൈമ പങ്കെടുത്തില്ല. അതിനു മുമ്പ് ഇവർ 9 പേര് ഒപ്പിട്ടില്ല. റാസൽ ഖൈമയുടെ എല്ലാം ഉണ്ട്, ട്രുഷ്യൽ സ്റ്റേറ്റ്സിൽ ഇവരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഡിക്ലറേഷൻ ഡേറ്റിൽ അവരില്ല. ഒടുവിൽ ഞാൻ സന്ദർഭവശാൽ പറയാണ്, 2.5 മാസം കഴിഞ്ഞപ്പോൾ ഈ പേർഷ്യൻ ഉൾക്കടലിലുള്ള ചെറിയ ഒരു ദ്വീപ്, ആൾതാമസം പോലും ഉണ്ടോ എന്ന് സംശയമാണ്. ആ ദ്വീപ് റാസൽ ഖൈമയുടെ കയ്യിലായിരുന്നു. പക്ഷെ അത് ഇറാൻ പിടിച്ചെടുത്തു. ആ സമയത്ത് ഈ UAEയുടെ ആവശ്യം റാസൽ ഖൈമയ്ക്ക് വന്നു. റാസൽ ഖൈമ അതിൽ ചേർന്നു. അതെന്നും അവരുണ്ട്. മറ്റൊന്ന്, ഓരോന്ന് ഓർമ്മ വരുമ്പോൾ പറയാണ്, ഇന്നും UAE ഉണ്ടായ സമയത്ത് സൈൻ ചെയ്തിരുന്ന ഒരു ഭരണാധികാരികളും ജീവിച്ചിരിപ്പില്ല. പക്ഷേ UAE ആയിട്ട് 50 കൊല്ലമായിട്ട് ഭരിക്കുന്ന ഒരാൾ ഷാർജ ഷെയ്ഖ് മാത്രമുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ ഒരു കറൻസിയുടെ ഇതെല്ലാം വന്നിട്ടുള്ളത്. 1973 ബഹ്റൈൻ ദിനാറും വേണ്ട, ഈ ഖത്തർ ദുബായ് റിയാലും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ദിർഹംസ് വന്നത്. പക്ഷേ ഖത്തർ ദുബായ് റിയാൽ എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ബഹ്റൈൻ ദിനാർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുപോലെ കറൻസി പോലെ തന്നെ മറ്റൊരു അത്ഭുതകരമായ സംഭവം എന്ന് പറയുന്നത് ഈ എയർമെയിൽ. അന്നത്തെ ഒരു ഭയങ്കര സുന്ദരമായൊരു സംഭവമായിരുന്നു എയർമെയിൽ എന്ന് പറയുന്നത്. സ്റ്റാമ്പും അതുപോലെ തന്നെ ഈ അതിന് പ്രത്യേകിച്ചുള്ള ഈ പിന്നെ കവറൊക്കെ നല്ല വൃത്തിയുള്ള കവറും ഒക്കെ ആയിരുന്നു. ഒരു പ്രത്യേക ചന്തം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏത് കാലത്താണ് ഡെവലപ്പ് ചെയ്തത്? ഒരു 1960കളിൽ ബ്രിട്ടീഷ് പോസ്റ്റേജൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങളൊക്കെ ചെല്ലുന്ന 67, 68, 69 എത്തുമ്പോൾ ഓരോ എമിറേറ്റ്, ഇപ്പം നമ്മൾ എമിറേറ്റ് എന്ന് പറയുന്നത് അന്ന് ഷെയ്ഖ് എന്നാണ് പറയാറ്, ആ ഓരോ എമിറേറ്റുകളിലും സെപ്പറേറ്റ് പോസ്റ്റൽ സ്റ്റാമ്പുകളായിരുന്നു. അപ്പോൾ അജ്മാനിൽ പോസ്റ്റൽ സ്റ്റാമ്പ് അത് ഒരു മുറത്തിൻ്റെ വലിപ്പമൊക്കെ ഉണ്ടാവും. നല്ല കണക്ഷന് വേണ്ടി ഞാൻ വാങ്ങി വയ്ക്കാറുണ്ടായിരുന്നു. അതിലേറ്റവും രസകരമായ സംഭവം, ദുബായിൽ നിന്നാണ് ഈ എയർമെയിൽ സർവീസ് ടു ബോംബെ വരുന്നത്.
അപ്പോൾ ഇങ്ങനെ ബോംബെയിലേക്ക് വരുമ്പോൾ സാധാരണയായിട്ട് ഒരാഴ്ചയോളം പിടിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ലെറ്റർ എത്താനായിട്ട്. കാരണം ഞാൻ അറിഞ്ഞിരിക്കുന്നത് ബോംബെയിൽ വന്നിട്ട് ബോംബെയിൽ നിന്നും കേരളത്തിലേക്കുള്ളതാണെങ്കിൽ ടോട്ടൽ വരുന്നത് ഇവിടെ ഒരു മെയിൽ സർവീസ് ഉണ്ടായിരുന്നു, ഫോറിൻ മെയിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് ഓരോ ഭാഗത്തേക്കും സോർട്ട് ചെയ്തത്. ആ സോർട്ട് ചെയ്ത് ട്രെയിനിൽ പോയിട്ട് പിന്നെ ബസ്സിൽ പോയിട്ട് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താ പറയുക, ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനകത്ത് പോകുന്ന ഒരു സ്ഥലം പോലുമല്ല ഈ അജ്മാൻ. അവിടേക്ക് വേറൊരു സ്റ്റാമ്പ്, അതിന് തൊട്ടപ്പുറത്തേക്ക് പോയ വേറൊരു സ്റ്റാമ്പ്. അതിലേറ്റവും വലിയ രസം, ഒരു എമിറേറ്റിലെ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യാൻ ആ സ്ഥലത്തെ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ വേറെ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ദുബൈയിലോട്ട് എത്താൻ തന്നെ 3 ദിവസം 4 ദിവസമൊക്കെ പിടിക്കുന്നുണ്ട് ലെറ്റർ. അത് ലാഭിക്കാനായിട്ട് ആരെങ്കിലും അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ ദുബായിൽ കൊണ്ടുവന്നിട്ട് കത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്റ്റാമ്പ് വേണം. അതേപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഞാനടക്കം അന്നൊക്കെ കത്തുകൾ അയച്ചിരുന്നത് ബൈ ഹാൻഡ് എന്നുള്ള സിസ്റ്റംസാണ്. ആരെങ്കിലും നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തയക്കുക, ഇത് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കും. അപ്പോൾ അവിടെയൊക്കെ പോസ്റ്റ് ബോക്സ് ആണല്ലോ, അല്ലാതെ വ്യക്തികളില്ല. അപ്പോൾ ആ പോസ്റ്റ് ബോക്സിൻ്റെ സംവിധാനങ്ങളായതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യണം. ഇത്തരത്തിലായിരുന്നു അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ്റെ ഈ പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഒരു രസാവഹമായ ഒരു സംഭവം എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഉണ്ടായത്, ഞാൻ ജോലി ചെയ്തിരുന്ന അലി ബിൻ ഫർദാൻ എന്ന് പറയുന്ന പുള്ളി ആക്ച്വലി ബഹ്റൈനി ആയിരുന്നു, പിന്നീട് ദുബൈയിൽ വന്ന് പൗരത്വം കിട്ടിയ ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ബിസിനസ് മുത്തുകൾ ആൾക്കാരിൽ നിന്ന് വാങ്ങുക, അത് എന്നിട്ട് ബോംബെയിലേക്കും മറ്റൊക്കെ അയച്ചിട്ട് ആ ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫുജൈറയിൽ നിന്ന് ഒരു നല്ല പ്രായമുള്ള ഒരു വ്യക്തി ഈ മുത്തും കൊണ്ടുവന്നു. മുത്തും കൊണ്ടുവന്ന് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മുത്ത് എങ്ങനെ എടുക്കുന്നതിനെയും കൂടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം, വിശദീകരിച്ച് പറയുന്നില്ല. ആ മുത്തും കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് എനിക്കറിയാവുന്ന ഹിന്ദിയും അറബിയും കൂടി കൂട്ടി ചോദിച്ചു, എന്താണ് ജോലി? അപ്പോൾ അദ്ദേഹം എന്നോട് അറബിയിൽ പറഞ്ഞു, മുദീർ ബരീദ് ആമുൽ അജ്മാൻ എന്ന് പറഞ്ഞാൽ അജ്മാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും അന്ന് ഇങ്ങനെ സ്റ്റാമ്പ് കളക്ഷനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സമയമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 2 സ്റ്റാമ്പ് വേണം എന്ന് അറബിയിൽ പറഞ്ഞു, ത്വാബ. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്തിനാണ് ഈ സ്റ്റാമ്പ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എമിറേറ്റിൻ്റെ ഹെഡാണ്, നല്ല ശമ്പളമുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് എന്ത് വെച്ചാൽ അദ്ദേഹത്തിന് ജോലിക്ക് പോകുന്നില്ല, ഗവൺമെൻറ് ആ പേരും സ്ഥാനം കൊടുത്തുകൊണ്ട് ശമ്പളം കൊടുക്കുന്നു. അതാണ് ഒരു സംഭവം. പിന്നെ കമ്മ്യൂണിക്കേഷനെ പറ്റി ചോദിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം. 1974 എൻ്റെ വിവാഹം കഴിഞ്ഞത്. 75 ഞാൻ നാട്ടിലേക്ക് ഫോൺ ചെയ്യാനായിട്ട് ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് 3-ൻ്റെ അന്നാണ് എനിക്ക് ട്രങ്ക് കിട്ടിയത്. അതിൻ്റെ ഒരു രൂപത്തിൻ്റെ ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറയാം. 180 നമ്മൾ ആദ്യം, അന്നൊക്കെ റോട്ടറി ടൈപ്പാണ് കേട്ടോ. അത് എല്ലായിടത്തും ലാൻഡ് ഫോൺ ഇല്ല, വല്ല ഷോപ്പുകളുണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ വല്ല വളരെ ഹൈ ഇതിലായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിൽ മാത്രമേ ലാൻഡ് ഫോൺ പോലും ഉള്ളൂ. ടെലിവിഷൻ പോലും കളർ ടെലിവിഷൻ വന്നിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇറാനികളുടെ ഷോപ്പിന് മുമ്പിൽ നിന്നിട്ടാണ് ഈ ടെലിവിഷൻ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ 180 നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ചോദ്യം വരും, എവിടേക്കാണ് ബുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറയാണ്, അപ്പോൾ അത് മിക്കതും മലയാളികളാണ് അവിടെ ഓപ്പറേറ്റർ എന്നുണ്ടെങ്കിൽ ചോദിക്കും എവിടെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എങ്ങനെയാണ് കേട്ടോ, നമ്മൾ പറയാണ് ബോംബെയിലേക്ക് വഴിയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു നമ്പർ തരും. ആ നമ്പർ ഇങ്ങനെയാണ്, BOM. അത് കഴിഞ്ഞിട്ട് പറയും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നാണെന്ന് വെച്ചോളൂ 03. 03 എന്ന് പറഞ്ഞാൽ 3-ാം തീയതി 18. അപ്പോൾ നമ്മുടെ സീരീസ് നമ്പർ 18. അത് കഴിഞ്ഞിട്ട് പറയും ബോംബെയിൽ എവിടെയാണ്? അപ്പോൾ നമ്മൾ പറയും മദ്രാസിൽ എവിടെയാണ്? എറണാകുളത്ത് എവിടെയാണ്? ഇരിഞ്ഞാലക്കുട, കാട്ടൂർ. ആ റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് 36 എന്നുള്ള ലാൻഡ് ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ അവർ പറയും ടെലിഫോൺ വെക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്യും, പോകരുതെന്ന് പറയും. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ അനുഭവത്തോട് കൂടിയാണോ അല്ലെങ്കിൽ ആ നമ്പർ തന്നെയാണോ എന്നറിയാൻ. ഇന്നത്തെ കോൾ ഐ ഡി ഒന്നും വന്നില്ലല്ലോ. അങ്ങനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അവർ കൺഫേംഡായി. അത് കഴിഞ്ഞ് ഇതിൻ്റെ സ്റ്റാറ്റസ് നമ്പർ അറിയണമെങ്കിൽ 181 വിളിച്ചു ചോദിക്കണം. ഈ സീരിയൽ നമ്പർ പറഞ്ഞ് അന്വേഷിക്കണം എന്തായെന്നുള്ളത്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മളവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പിന്നെ വീണ്ടും വിളിച്ച് അന്വേഷിക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. രാത്രി 12 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക് ഈ നമ്പർ ക്യാൻസൽ ആയിപ്പോയി. പിറ്റേന്ന് വീണ്ടും ബുക്ക് ചെയ്യണം. അങ്ങനെ 3-ാമത്തെ ദിവസം നമ്മൾ ബുക്ക് ചെയ്യണം.
മൂന്നാമത്തെ ദിവസം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെവിട്ടിൽ വെക്കണം, അല്ലാണ്ട് ഈ മറ്റേ ഹാൻഡ്സ് ഫ്രീ ഒന്നും അന്നില്ലല്ലോ. വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ അവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം. ബോംബെ ഓപ്പറേറ്റർ അങ്ങനെ സംസാരിച്ച് ഇരിഞ്ഞാലക്കുട കഴിയുമ്പോൾ ഒരു വാക്ക് പറയാണ്, ഒരു മരം വീണിട്ട് ലൈൻ പൊട്ടിയിരിക്കുന്നു, 2 ദിവസം കഴിഞ്ഞ് വിളിക്കൂ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത് കിട്ടിയത്. അതായിരുന്നു അന്നത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ. ഇന്ന് അത്ഭുതമായിട്ട് ഓരോന്നും തോന്നുകയാണ്. ഇതൊക്കെ അനുഭവിച്ച ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം.